ഹായ് മക്കളെ, അപ്പോൾ ടൈം കഴിയാറായിട്ടുണ്ട്. ക്രിസ്മസ് എക്സാമിൻ്റെ പഠനമൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തേണ്ട ടൈമായിട്ടുണ്ട് അല്ലേ. ഈ ഒരു ടൈമിൽ മക്കൾ ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് നമ്മുടെ ടൈം ടേബിളിൻ്റെ ആ ഒരു പ്രോബ്ലം അല്ലെ, നമുക്ക് തീരെ ലീവുകളും കാര്യങ്ങളും വരുന്നില്ല എന്നുള്ളത്. സോ അതുകൊണ്ട് ഈ ഒരു ടൈമിൽ മക്കൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് സാറ് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇന്നിപ്പോൾ 22 അല്ലേ, ഡേറ്റ് 22 ഒരു 10 ദിവസം നിങ്ങളെ മുന്നിലുണ്ട്. അതായത് എന്തിനും നമ്മുടെ നവംബർ മാസം കഴിയാം, 10 9 ദിവസം. ഓക്കെ, ഈ ഒരു 9-10 ദിവസം മക്കൾ എന്ത് ചെയ്യുക? നമ്മുടെ സബ്ജക്റ്റുകൾ, ഇതിൽ ഏറ്റവും ടഫായിട്ടുള്ള നിങ്ങളുടെ സബ്ജക്റ്റുകൾ, നമുക്ക് ടൈം കുറവുള്ള സബ്ജക്റ്റുകൾ. അതായത് ഇപ്പോൾ ലാസ്റ്റത്തെ ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് ഒറ്റ ലീവേ വരുന്നുള്ളൂ. റെഡി. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് അക്കൗണ്ടൻസിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അക്കൗണ്ടൻസി ആയതുകൊണ്ട് അതിൻ്റെ മുൻപുള്ള ടൈം നമുക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. റെഡി. പിന്നെ അതുപോലെ തന്നെ CA മാത്സ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള മെയിൻ സബ്ജക്റ്റുകൾ മക്കൾ എന്ത് ചെയ്യുക? ഈ ഒരു ടൈമിൽ മക്കൾ പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക. ഒരു 9-10 ദിവസം കൊണ്ടായാലും നവംബർ കഴിയുമ്പോഴേക്കും നിങ്ങളത് പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ, റെഡി. അതായത് ഇപ്പോൾ സാറ് പറയുന്നത് പ്രോപ്പറായിട്ട് പഠിച്ച് തുടങ്ങാത്ത ഒരുപാട് ഇനിയും പെൻഡിങ് ഉണ്ടല്ലോ എന്നൊക്കെ പേടിച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നന്നായിട്ട് പഠിച്ച് റിവിഷനൊക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 9-10 ദിവസം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റിവിഷൻ നടത്താം. ഓക്കെ, എന്ത് മെറ്റീരിയൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്ത് കാര്യങ്ങളും ലൈവാണോ അല്ലെങ്കിൽ വൺ ഷോട്ടാണോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബാച്ചിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് നമ്മുടെ ലൈവ് ക്ലാസ്സുകളോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ടെക്സ്റ്റോ നോട്ടോ ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് റിവിഷൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി പഠിക്കാത്ത കുട്ടികളോടാണ് സാറ് പറയുന്നത്, ഒരുപാട് പെൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു 9-10 ദിവസം കൊണ്ട് ഇതിൽ തീർക്കാൻ ഒരുപാടുള്ള നിങ്ങളുടെ ടോപ്പിക്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ അത് ചൂസ് ചെയ്യുക. അത് ഈ 9-10 ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക. എങ്ങനെയാ? നിങ്ങൾക്ക് അവിടെ നമ്മുടെ ലൈവുകളും കാര്യങ്ങളും വൺ ഷോട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടിപൊളിയായിട്ട് നമ്മൾ സെറ്റായിട്ട് മകൾക്ക് വേണ്ടിയിട്ട് ലൈവ് എടുത്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ലൈവ് നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ ചെയ്തു പോകുന്നുണ്ട്. ഓരോ സബ്ജക്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് നമ്മൾ കവർ ചെയ്തിട്ട് പോകാറുണ്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ റിട്ടയർമെൻറ്റിൻ്റെ ഒക്കെ ചാപ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് നമ്മൾ സെറ്റാക്കി പറഞ്ഞത് ഏകദേശം 2 മണിക്കൂറിനടുത്ത് ലൈവ് പോയിട്ടുണ്ട്. അത് എല്ലാ കൺസെപ്റ്റും നമ്മൾ സെറ്റായിട്ട് അങ്ങനെ സ്ലോ ആയിട്ട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള അതുപോലെ എല്ലാ ലൈവും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് യൂസ് ചെയ്ത് പഠിച്ച് തീർക്കുക. എപ്പോൾ? നവംബർ കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യുക? അത് തീർക്കാൻ ശ്രമിക്കുക ഈ ഒരു 9-10 ദിവസം കൊണ്ട്. ഓക്കെ, പിന്നെ ഡിസംബർ സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ 15th എക്സാം തുടങ്ങുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ നമുക്ക് നിങ്ങൾക്ക് നമ്മൾ ലൈവായിട്ട് വീണ്ടും എന്ത് തരുന്നതായിരിക്കും? മാരത്തോണും കാര്യങ്ങളും ക്വസ്റ്റ്യൻ സെഷൻസും ഒക്കെ തരും. റെഡി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാക്കി കാര്യങ്ങളും അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് എന്താണ്? നവംബർ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പഠിച്ച് തീർക്കാത്ത അല്ലെങ്കിൽ ഒരുപാട് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ മാക്സിമം തീർക്കാൻ പറ്റുന്ന അത്രത്തോളം തീർത്തോളുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ ഇതിൽ ചൂസ് ചെയ്യാം, അത് തീർത്തോളുക. പഠിച്ചു തുടങ്ങാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വൺ ഷോട്ട് വെച്ച് തീർത്തോളുക. പഠിക്കുന്ന കുട്ടികൾ, പഠിച്ച് കഴിഞ്ഞിട്ടുള്ള റിവിഷനൊക്കെ ചെയ്യുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ കുറച്ച് പോർഷൻസ് ഒക്കെ പഠിക്കാറുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ഓക്കെ, അതിപ്പോൾ വൺ ഷോട്ട് തന്നെ യൂസ് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ടെക്സ്റ്റൊക്കെ വെച്ച് പതുക്കെ നോക്കി എല്ലാം PYQ ഒക്കെ വെച്ചുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. പക്ഷേ ഒന്നും പഠിക്കാത്ത കുട്ടികൾ കുറേ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളെ വൺ ഷോട്ടും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് തീർക്കുക. ബാക്കി നമുക്ക് ഡിസംബറിൽ അങ്ങോട്ട് റിവിഷനും മാരത്തോണിലും ക്വസ്റ്റ്യൻ സെഷനിലുമായിട്ട് പഠിക്കാം. സെറ്റല്ലേ? അപ്പോൾ മാക്സിമം ഈ ഒരു ടൈമിൽ കവർ ചെയ്യാനുള്ളത് കവർ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണേ, അതങ്ങനെ പോയിക്കോളുക. സിസ്റ്റമാറ്റിക്കായിട്ട് അങ്ങനെ തന്നെ പോവുക. ഓക്കെ, ബൈ.